മന്ത്രി പിന്നെ തന്ത്രിമാരോട് കലഹിക്കുന്നത് ഒരു വശത്തെ, അതോടൊപ്പം തന്നെ ഈ തന്ത്രിമാർക്ക് ഭാഗ്യസൂക്തം പോലും അറിയില്ല എന്ന് വെളിച്ചത്ത് വരുന്നത് മറുവശത്തെ. അങ്ങനെ അതിനെക്കുറിച്ച് എന്താ പറയുക? എന്ത് ചെയ്യാൻ, പൗരോഹിത്യത്തിന് എല്ലാ കാലത്തുമുള്ള ഒരു പരിമിതി അതാണ്. പലപ്പോഴും മതത്തിൻ്റെ സത്തയിലേക്ക് അടുക്കുമ്പോൾ അവർ സ്വയം പുറത്താകും. മതത്തിൻ്റെ സത്തയിൽ ഇത് ഹിന്ദു മതത്തിനോ ക്രിസ്തു മതത്തിനോ മാത്രമല്ല. എനിക്ക് ഖുറാൻ വായിക്കാൻ അറിയില്ല, ഭാഷയും എനിക്കറിയില്ല. പക്ഷേ CN അഹമ്മദ് മൗലവി, ഞാൻ വളരെ ദീർഘമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, ബഷീറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇസഹാക്ക് മാസ്റ്റർ, ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാറുള്ള ആളാണ് ഇസഹാക്ക് മാസ്റ്റർ, ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മതപണ്ഡിതന്മാർ പലരോടും ഞാൻ വായിച്ചിട്ടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ശക്തി കൂടുന്തോറും ആത്മീയതയുടെ ശക്തി കുറയും. അത് രണ്ട് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്, ഹിന്ദു മതത്തിലും അങ്ങനെ തന്നെയാണ്. പൗരോഹിത്യത്തിൻ്റെയും ആചാരങ്ങളുടെയും ബലം കൂടിക്കൂടി വരുമ്പോൾ ആത്മീയതയുടെ ബലം ക്ഷയിച്ച് പോകും. സത്യമാണിത്. അതുകൊണ്ടാണല്ലോ വ്യാസഭഗവാൻ തന്നെ ഈ മുടി മുറിച്ച് മുണ്ടനം ചെയ്ത് നടക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എന്തിനാ ഈ മുടിയൊക്കെ മുറിക്കുന്നത്, ക്ലേശങ്ങൾ മുറിച്ച് കളയുക. കഷായിതസ്യ ജീവസ്യ കാഷായൈ കിം പ്രയോജനം. ജീവിതം തന്നെ ഒരു കഷായമാണ്. അതിനെ നിങ്ങൾ കൂടുതൽ കാഷായമാക്കിയിട്ട് എന്താ കാര്യം? പൂജാരിമാർക്കും തന്ത്രിമാർക്കും എന്തെങ്കിലും ഒരു പെരുമാറ്റച്ചട്ടം വേണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണമെന്നാണ് സാറ് നിർദ്ദേശിക്കുക? അവർക്ക് ഈ എത്രയോ തലമുറകളായിട്ട് ശീലിച്ച് പഠിച്ച് വരുന്ന ചിട്ടകൾക്ക് യാതൊരു അർത്ഥമില്ലെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും അതിന് വ്യക്തിയെ രൂപീകരിക്കാൻ, സാൻമാർഗികമായിട്ട് നിർണ്ണയിക്കാനും രൂപീകരിക്കുവാനും ഒക്കെ ഉള്ള ഒരു ശക്തിയുണ്ട്, പാരമ്പര്യം ശക്തിയുണ്ട്. ജീനിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടെന്നുള്ളത് സത്യമല്ലേ, ശാസ്ത്രീയമായിട്ടൊരു സത്യമല്ലേ. ഒരു ജീനിൽ തീർച്ചയായും അതിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടാകും. മനസ്സടക്കത്തിൻ്റെ നിർദ്ദേശമുണ്ടാകും, സംയമത്തിൻ്റെ നിർദ്ദേശമുണ്ട്. ഇതൊക്കെ നല്ലതാണ്, വേണ്ടത് ഞാൻ. പക്ഷേ അത് മാത്രമായിട്ട് ഒരാളെ അധികാരിയാക്കാൻ പാടില്ല. പരീക്ഷിക്കണം, പരീക്ഷ വയ്ക്കണം, ഇൻ്റർവ്യൂ വയ്ക്കണം, പരിശോധിച്ച് പരീക്ഷിച്ച് കോമ്പിറ്റൻസ് തെളിയിച്ചവരെ മറ്റു ജോലിക്കുന്ന പോലെ പൗരോഹിത്യത്തിനും അത് വയ്ക്കണം. മറ്റേതിപ്പോൾ ഒരു തന്ത്രി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റായിട്ട് 5 മാർക്ക് വേണമെങ്കിൽ ഗ്രേസ് മാർക്കായിട്ട് അതിന് വെച്ചോളൂ, ജീൻസിന് വേണ്ടിയുള്ള മാർക്ക് വെച്ചോളൂ. പക്ഷേ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഈ കാര്യങ്ങളിലുള്ള അറിവും പരിചയം, അതിലേറെ സാധനയും നിഷ്ഠയും സാക്ഷാത്കാരത്തിനുള്ള ശ്രമവും, അതൊക്കെ പുരോഗമനപരമായുള്ള ആശയങ്ങൾ തന്ത്രിമാരിൽ നിന്ന് തന്നെ വരാത്തത് കൊണ്ടാവുമല്ലോ ഈ മന്ത്രിയൊക്കെ ഇതിൽ ഇടപെടുന്നത്. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അത് എന്തുകൊണ്ട് തന്ത്രിമാരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്നില്ല? ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ പൂണൂല് പൊട്ടിച്ചവർ തന്നെ പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചത് ആരും പറഞ്ഞിട്ടില്ല. അവർ സ്വയം ആലോചിച്ച് തീരുമാനിക്കുകയാണ്. അന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പ്രസ്ഥാനത്തെക്കാളേറെ VT പോലുള്ള മാതൃകകളുണ്ടായിരുന്നു. VT എങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കും. അങ്ങനെ ആചാരങ്ങളും ശീലങ്ങളും ഒക്കെ ശിക്ഷണം ചെയ്യുന്ന ചില സ്വാധീനം ഒരു കാലത്തുണ്ടായിരുന്നു. ഈ ക്ഷേത്രാചാരങ്ങളും അതുപോലെ സ്വയം ആലോചിച്ച് ഒരു മഹാസഭ വിളിച്ചുകൂട്ടി, താല്പര്യമുള്ളവരുടെ ഒരു സഭ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് വേണമെങ്കിൽ ഒരു സർവേ നടത്തി ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ക്ഷേത്രങ്ങൾക്ക് ചെയ്യാം, ദേവസ്വം ബോർഡിന് വേണമെങ്കിലേ ചെയ്യാം. ചില അന്ധവിശ്വാസങ്ങളെ അങ്ങേയറ്റം വിഷ്ണുനാരായണ നമ്പൂതിരി സാറ് എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായ പ്രതിഭാ പാട്ടീൽ പരേതാത്മാക്കളുമായി സംസാരിച്ചു എന്നറിഞ്ഞത് ഉടനെ തന്നെ ഒരു കത്ത് എഴുതുകയൊക്കെ ചെയ്തു. അത് എന്താണ് അതിൻ്റെ ഒരു പ്രകോപനം? ആത്മീയതയോടുള്ള ഇഷ്ടം തന്നെയാണ്. കാരണം ആത്മീയതയെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നത് അസഹ്യമാണ്. എന്നോടൊരു സുഹൃത്ത് ചോദിക്കുന്നു, ഇന്ത്യയുടെ അടുത്ത രാഷ്ട്രപതി ഒരു നിർണായക ഘട്ടം വരുമ്പോൾ മുസോളിനിയുടെയോ ഹിറ്റ്ലറുടെയോ പ്രദേശത്തോട് ഉപദേശം ചോദിച്ചാൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥ? അവരുടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ട് അത് കണ്ടുകൂടെ? ഇപ്പം VR കൃഷ്ണഗിരി തന്നെ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയുമായി ഒരു ആശയവിനിമയം ഉണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെന്താ, അല്ല അത് വ്യക്തി ജീവിതത്തിൽ അവർ അങ്ങനെയുള്ള ഏത് വിശ്വാസങ്ങളും അവർക്കുണ്ടാകുന്നതിൽ ഒരു വിരോധമല്ല. പക്ഷേ ഞാൻ കാൻഡിഡേച്ചർ സമർപ്പിക്കുന്നത് ഈ ഇന്ന ആളിൻ്റെ പ്രേതോപദേശത്തിൻ്റെ ഫലമായി അനുവാദം കിട്ടിയിട്ടാണെന്ന് പറയുന്നിടത്ത് എനിക്ക് ദുഃഖമുണ്ട്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന അങ്ങനെ ഒരാൾ പാടില്ല എന്നെനിക്ക് അഭിപ്രായമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആദ്യകാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമുള്ള സാറ് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് പിൽക്കാലത്തൊരു അകലം പാലിക്കാനിടയായത്? ഒരു കാലത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടോ ഒരു പരിധിക്കപ്പുറം അടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാർക്സിസം അങ്ങനൊരു ശാസ്ത്രമാണ്, നിയമബദ്ധമായ ഒരു ശാസ്ത്രമാണ്, പിഴയ്ക്കാത്ത ശാസ്ത്രം. ബയോളജി പോലെ അല്ലെങ്കിൽ ജെനറ്റിക്സ് പോലെ ഒരു ശാസ്ത്രമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. പഴുതുകളുള്ള ഒന്നായിട്ടാണ്. പക്ഷേ എനിക്ക് മാർക്സിനോടുള്ള ആകർഷണം ഇതൊന്നുമല്ല. മാർക്സിൻ്റെ പ്രതിമയുടെ മുൻപിൽ, മാർക്സിൻ്റെ ശവകുടീരത്തിൽ പോയി ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്.
ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി വളരെ അഭിനന്ദിച്ച് എന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തു. മാർസിൻ്റെ മുമ്പ് ഞാൻ നമസ്കരിച്ചു. ഒരു ഹൃദയാലുവാണ്, വലിയ പ്രതിഭാശാലിയാണ്, വലിയ ബുദ്ധിമാനാണ്. അതൊക്കെ അപ്പുറം ഒരു വേള ഇംഗ്ലണ്ടിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു ഹൃദയാലുവിൻ്റെ സ്വപ്നമാണ് മാർക്സിസമായിട്ട് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. കമ്മ്യൂണിസം അതാണ്. ഇത് ലോകാവസാനം വരെയുള്ള ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് അതിനൊരു വാലിഡിറ്റി ഉണ്ടെന്ന് മാർക്സ് പോലും ധരിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതൊരു ഹൃദയാലുത്വമുണ്ട്. അതുകൊണ്ട് ഹൃദയാലുത്വം നഷ്ടപ്പെട്ടാൽ മാർക്സിസം നിലനിൽക്കില്ല. അത് ചൈനയിൽ പൊളിയാൻ പോകുന്നു, റഷ്യയിൽ പൊളിഞ്ഞു കഴിഞ്ഞു, എല്ലായിടത്തും നഷ്ടം. അത് നിലനിർത്തണമെങ്കിൽ അതിന് ഞാൻ ആത്മീയത എന്ന് വിളിക്കുന്ന ഒരു മൂല്യം ഉണ്ടാകണം. മൊത്തത്തിൽ നോക്കുമ്പോഴേ സാറിൻ്റെ ഒരു ഉദാസീന ഭാവം ഉണ്ടല്ലോ. അതായത് കവിതകൾ എഴുതുന്നോ പ്രസിദ്ധീകരിക്കണമെന്നോ അതിന് നല്ലപോലെ വിറ്റ് പോകണമെന്നോ അവാർഡ് കിട്ടണമെന്നോ ആരെങ്കിലും അതിനെ വിലയിരുത്തണമെന്നോ അതിന് കൈയടി കിട്ടണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ലാതെ, പ്രശംസയാണെങ്കിലും വിമർശനമാണെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതെ ഉള്ള ഒരു പോക്ക്, അത് ശരിക്കും ഒരു ഉള്ളിലെ ഒരു അലസ മനോഭാവം കൊണ്ടുകൂടിയാണോ? അലസല്ല, അത് ജോണിക്കറിയാമല്ലോ, മുൻപേ പറഞ്ഞില്ലേ, നമ്മൾ ജനിച്ചു വളർന്നു വരുന്ന രീതിക്ക് അതിൽ വലിയൊരു സ്വാധീനമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സമാന്തര ജീവിതം ഉണ്ടാകും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ വളർന്നത്. കുട്ടിക്കാലത്ത് ജോലിയായിട്ട് വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകളും 29 വീടുകളിൽ വാടക വീടും സ്വന്തം വീടൊക്കെ ആയിട്ട് താമസിക്കേണ്ടത് അങ്ങനെ ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെ കഴിഞ്ഞാൽ ഇതിലെനിക്ക് അതിനുള്ള കോമ്പിറ്റൻസ് ഉണ്ടെന്ന് ഞാൻ തുറന്നു പറയുന്നതാണ്. അങ്ങനെ ഒരു കവിയാണ് ഞാനെന്നുള്ള ഒരു 100% ഒരു വിശ്വാസത്തിൻ്റെ പേരിലൊന്നും അല്ല ഞാൻ എഴുതുന്നത്. എനിക്കത് വളരെ പ്രധാനപ്പെട്ടാണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നു. എനിക്കത് ആശ്വാസമാണ്, എനിക്കത് ആഹ്ലാദമാണ്, അതുകൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ ഇതില്ലെങ്കിൽ ലോകത്തിന് ഒരു നഷ്ടവും ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, ഈ പ്രായത്തിൽ സാറിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു തിരുത്തൽ വേണ്ടി വരികയാണെങ്കിൽ അത് എന്തായിരിക്കും? അതിന് കഴിയുമോ? തിരുത്തൽ സാർ ആഗ്രഹിക്കുന്ന ഒരു തിരുത്തൽ? ഇനിയിപ്പോൾ എന്ത് തിരുത്താനാണ്? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു. ആകെ മൊത്തം നോക്കുമ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. പെശകൾ പറ്റുന്നുണ്ടാവും, ആത്മപരിശോധന വേണ്ടി വരും, അതൊക്കെ തിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം വേണ്ടത്. അപ്പോൾ സാറിൻ്റെ മുഖത്തും ഉള്ളിലുള്ള ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വളരെ നന്ദി. അനുഗ്രഹിക്കുക.